ഇതാണ് നമ്മുടെ ചിന്നാർ ഫ്ലവർ ഓയിൽ മില്ലിൻ്റെ ഓണർ. ഇതാ ഇതെന്ത് എന്ത് ഇത് എന്ത് വെളിച്ചെണ്ണ? ഇത് വെളിച്ചെണ്ണ, ചക്കിലാട്ട് വെളിച്ചെണ്ണ. എന്ത് വില വരുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ റേറ്റ്? ഈ കടല അവിടെ നമുക്ക് കിട്ടും. ഇതെന്താ? ഇത് മുളക് പൊടി, ഇത് മഞ്ഞപ്പൊടി, ഇതിനുള്ളിൽ മല്ലിപ്പൊടി. ഇതൊക്കെ അത് ഇതൊക്കെ പൊടിക്കണ മെഷീൻ അല്ലേ? അതെല്ലാം പൊടിക്കുന്ന മെഷീൻ. നനഞ്ഞരി പൊടിക്കും. നനഞ്ഞരി പൊടിക്കുന്ന പറഞ്ഞാൽ മനസ്സിലായില്ല. നനച്ചരി പൊടിച്ചു കഴിഞ്ഞാൽ വറുത്ത് നമ്മൾ പുട്ടിനൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ കേട് വരില്ല അരി. ഇതൊക്കെ മൂടി വെച്ചിട്ടുള്ളത് മെഷീനൊക്കെ. നിങ്ങൾ ഇതിപ്പോൾ എത്ര കൊല്ലമായി തുടങ്ങിയിട്ട്? 6 മാസമായിട്ടുള്ളൂ. രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ട് വരുന്നല്ലേ? പിന്നെ ഇവിടെ വെളിച്ചെണ്ണ കാര്യങ്ങൾ അല്ലേ, മെഷീന്. ഇതിപ്പോൾ നിങ്ങൾ കോയമ്പത്തൂർ നിന്ന് കൊണ്ടുവന്ന മെഷീൻ അല്ലേ, ഈറോഡ് അല്ലേ? വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ, പിണ്ണാക്ക്. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും. പിണ്ണാക്കൊക്കെ എടുത്തു കഴിച്ചു അല്ലേ? ഇനിയൊന്നുമില്ലല്ലോ എടുക്കാൻ അല്ലേ? പിണ്ണാക്ക് അവരെന്നെ കൊണ്ടുപോവുക അല്ലേ? എങ്ങനെയാണ്? ജീവിതത്തിൽ ഇത് സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? സെൻട്രായ ഭാഗത്തൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടാം. കാരണം നല്ല ടൗണിൽ നല്ലത് കൊടുത്ത ആൾക്കാർ വരും. ഗ്രാമങ്ങളിൽ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. സെൻട്രായ സ്ഥലം ഗ്രാമങ്ങളിലല്ല കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ ടൗണുകളിലേക്ക് പോവില്ലല്ലോ. ഗ്രാമങ്ങളിലല്ല കൂടുതൽ ഈ തേങ്ങയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട്. ഗ്രാമങ്ങളെ അപേക്ഷിച്ച് ടൗണിലാണെങ്കിൽ ഇത് ശുദ്ധമായത് അവർ വാങ്ങും പെട്ടെന്ന്. ഇത് ഈ വെളിച്ചെണ്ണ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം. അത് നല്ല വെളിച്ചെണ്ണ എന്നുള്ളത് കണ്ടാൽ തന്നെ അറിയാം. ഇത് മായൊന്നും ഇല്ല എന്നുള്ളത് അറിയാം അല്ലേ? നല്ല മണമുണ്ട്. ആ വെളിച്ചെണ്ണ പാട്ടി വന്നപ്പോൾ തന്നെ നല്ല മണവും കാര്യങ്ങളുണ്ട്. ഇത് കടലെണ്ണ അല്ലേ? കടലെണ്ണ കളർ ഇങ്ങനത്തെയാണ്. അപ്പോൾ എനിക്ക് അറിയില്ല. അതൊന്നും കടലെണ്ണ നമ്മളെ നാട്ടിൽ ഇപ്പോൾ എങ്ങനെയാണ് ഓരോ ആൾക്കാർ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചേർത്തൊന്നും അറിയില്ല. കടലെണ്ണ കാര്യം നമുക്കറിയില്ല. മേടിക്കാറുണ്ടോ ആൾക്കാർ? മേടിക്കാറുണ്ടോ? എന്ത് യൂസ് ചെയ്യാത്? പാചകത്തിന് കടലെണ്ണ യൂസ് ചെയ്യും. എല്ലാത്തിനും ഉപയോഗിക്കും. തലയിൽ തേക്കാൻ മാത്രം പറ്റില്ല, ബാക്കിയെല്ലാം ചെയ്യാം. ശരി, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഈ വഴിക്ക് വരുമ്പോൾ ഇതാ നമ്മുടെ വണ്ടിത്താവളം ടു മീനാശ്വരം റോഡാണിത്. അവിടെ ചിന്നാർ ഫ്ലവർ ഓയിൽ മില്ല് നമ്മളൊരു കൂട്ടുകാരൻ്റെ സ്ഥാപനം ഉണ്ടാണ്. രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല സംരംഭം. ആണ്ടവർ തമിഴ്നാടാണ് അത് മാനുഫാക്ചർ അല്ലേ? അവർ നമുക്ക് ഇവിടെ പോയി അവിടെ പോയി ഇതായി കഴിഞ്ഞാൽ നമുക്ക് അവർ എത്തിച്ചു തരുമോ? അത് അല്ല, അവർ എത്തിച്ചു തരുമോ നമുക്ക് സാധനം? ഇത് പണ്ട് നമ്മൾ മറ്റേതില്ല ആട്ടിന് പോലെ ഈ ശർക്കര ഇടുവരും. അതെന്ത് കളർ വരാൻ വേണ്ടിട്ടാണ് തോന്നുന്നു ശർക്കര ഇടാണ് അല്ലേ? അത് നിങ്ങളുടെ തേങ്ങയാണോ അല്ല പുറത്തു വന്നോ? അത് പുറത്തുനിന്ന് ഡ്രയറിൽ വെക്കാൻ വേണ്ടിയാണ്. ഡ്രയറിൽ വെച്ച് മാറ്റി കൊടുക്കാൻ വന്ന തേങ്ങയാണ്. ഇത് നമ്മ ഈ
ഇതിപ്പോൾ നമ്മൾ മിഷനറി ഇത് എടുക്കുമ്പോൾ ഇവർ നമുക്കെല്ലാം പഠിപ്പിച്ചു തരുമോ ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും? ട്രയലിന് വേണമെങ്കിൽ എവിടെ ട്രയൽ ചെയ്താൽ മതി. അടുത്തുള്ളവിടെ കിട്ടില്ല, കുറച്ച് ദൂരമുള്ളവർക്ക് ട്രയൽ അടിക്കണം. ഇതിപ്പോൾ അവിടെ പൊള്ളാച്ചിയാണ് കോയമ്പത്തൂരാണ് ഇത് മെഷീൻ? ഈറോഡ് അല്ലേ? ഇതെന്താ കുത്തിയെടുക്കും ഇങ്ങനെ? ഇത് പിണ്ണാക്ക് കുത്തിയെടുക്കണം സൈഡിൽ നിന്ന് അല്ലേ? ചക്കിലാണെങ്കിൽ കുത്തിയെടുക്കണം, എക്സ്പില്ലറിലാണെങ്കിൽ കുത്തിയെടുക്കണം. ഇതെന്താ ബിസ്ക്കറ്റുമായി വരും ഇങ്ങനെ കുത്തി. താങ്ക് യു. ഇതാണ് കടലെണ്ണ? ആ കടലാണ്. ഇത് കടലെണ്ണ, ഇത് വെളിച്ചെണ്ണ അല്ലേ? കടലെണ്ണ എന്തുവല്ല? ഇത് എന്തൊക്കെ ഉണ്ട് ഇത് ഇവിടെ? അവിടെ മല്ലി പൊടിക്കുന്നത് ആ